9 to 5 ജോബ് ചെയ്യുന്ന പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിത് മതിയായി, മടുത്ത്, എനിക്കിത് ചെയ്യണ്ട, ഞാനൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പോവാണ്, എനിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് രക്ഷപ്പെടണം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരുടെ അടുത്താണ് പറയാനുള്ളത്, നിങ്ങളൊരു 9 to 5 ജോബ് ക്വിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ കംഫർട്ട് സോൺ ഉണ്ട്, ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ബിസിനസ്സിലേക്ക് വരിക. കാരണം എന്താ വെച്ചാൽ ബിസിനസ് ലൈഫും വർക്ക് ലൈഫും രണ്ടും രണ്ടാണ്. അതിന് ഞാനൊരു ഗ്രാഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ 9 to 5 ജോബ്സിന്റെ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻക്രിമെന്റോ അല്ലെങ്കിൽ സാലറി ഹൈക്കോ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊസിഷൻ ചേഞ്ചോ ഒക്കെ വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ചെറിയൊരു കയറ്റം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ബിസിനസ് അങ്ങനെയല്ല. ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു അപ്പ് ഫേസ് അല്ലെങ്കിൽ ഡൗൺ ഫേസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഒരു ഡൗൺ ഫേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്തുണ്ടായിരിക്കും, ഒരു അപ്പ് ഫേസും ഉണ്ടായിരിക്കും. ഇതാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ബിസിനസ്സിനെ കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ ബ്രീത്ത് പോലെയാണ്. ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റിക്കഴിഞ്ഞാലേ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ബിസിനസ്സും. ബിസിനസ്സിൽ ഒരു അപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡൗൺ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അതില്ലാതെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നിങ്ങൾ ബിസിനസ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്തല്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിലല്ല നിങ്ങൾ ബിസിനസ് പോകുന്നത് എന്നുള്ളതാണ് അർത്ഥം. നിങ്ങളൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ബിസിനസ്സിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് നല്ലൊരു വിഷൻ ഉണ്ടായിരിക്കണം. അത് എങ്ങനെ നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വന്നാൽ നിങ്ങൾ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള തിങ്കിങ് പ്രോസസ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തിങ്ക് ചെയ്യുക, നിങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറി ഏതാണെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ചെയ്യുക.